വയനാട്ടിലെ അമ്പലവയൽ അവിടെ ടൗണിൽ കുടിവെള്ളം ചുമന്നെത്തിക്കുന്ന ഒരു ഹരിദാസൻ ചേട്ടനെ കുറിച്ച് നമ്മളൊരു വാർത്ത നൽകി. എന്തായാലും അദ്ദേഹത്തിന് അതാ ഒരു സഹായവുമായി ഒരു പ്രവാസി വ്യവസായി വരികയാണ്. ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് ഉടമ KT റബിയുള്ളയാണ് ഹരിദാസൻ എന്ന മനുഷ്യന് ഒരു സഹായവുമായി എത്തിയിരിക്കുന്നത്. അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK ഹഫ്സത്ത് ധനസഹായം കൈമാറുകയും ചെയ്തു. മുളവടിയുടെ രണ്ടറ്റത്തും പാട്ടകളിൽ കുടിവെള്ളം നിറച്ച് തോളിൽ ചുമന്ന ഓരോ കടകളിലും എത്തിക്കുന്ന ഹരിദാസൻ. മെയ് 25-നാണ് മാതൃഭൂമി ന്യൂസ് വയനാട് അമ്പലവയലിലെ ഹരിദാസനെ പരിചയപ്പെടുത്തിയത്. പൊതുകിണറിൽ നിന്ന് ശുദ്ധജലം ശേഖരിച്ച് കടകളിൽ എത്തിക്കുന്ന ജോലി ഹരിദാസൻ ചെയ്തു തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പണ്ടത്തേതുപോലെ ജോലി ചെയ്യാനാകുന്നില്ല. മാതൃഭൂമി ന്യൂസിലൂടെ ഹരിദാസിനെ കുറിച്ച് അറിഞ്ഞാണ് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ള സഹായഹസ്തവുമായി എത്തിയത്. ഈ സന്ദേശം അത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന മാതൃഭൂമി ചാനലിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മാനം ഹരിദാസിന് മാത്രമല്ല, ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK ഹഫ്സത്ത് 2 ലക്ഷം രൂപ ഹരിദാസിനെ കൈമാറി. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം അദ്ദേഹത്തെ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാകുമ്പോൾ വാർത്തകൾ കണ്ട് ഇങ്ങനെ സുമനസ്സുകൾ സഹായിക്കാൻ തയ്യാറാവുക എന്നത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഹരിദാസേട്ടനെ പോലെ തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് നന്ദി. അമ്പലവയൽ ആണ്ടൂരിലെ ഹരിദാസിന്റെ വീട്ടിലെത്തിയാണ് സഹായം കൈമാറിയത്. സന്തോഷത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം മലപ്പുറത്ത് വന്നിട്ട് അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ ഒരാൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും മറക്കാൻ പറ്റില്ല. മാതൃഭൂമി ന്യൂസ് വയനാട്. ഇപ്പോൾ കമലേട്ടൻ തന്നെ അനുഭവം പങ്കുവയ്ക്കും. കമലേട്ടൻ, അന്നത്തെ വാർത്ത ഒരുപാട് പേർ ശ്രദ്ധിച്ചു. ഇപ്പോൾ അതൊരു അദ്ദേഹത്തിന് ഒരു സഹായം എത്താനുള്ള ഒരു വഴിയായി നമ്മുടെ വാർത്ത മാറിയെന്ന് നമുക്കും സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹവും ഇങ്ങനെ സന്തോഷം പങ്കുവച്ചു. ഈ അമ്പലവയലിലെ ഹരിദാസേട്ടനെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് മാതൃഭൂമി ന്യൂസിൻ്റെ ഈ വ്യത്യസ്തമായ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു പരമ്പരയിലാണ്. സത്യത്തിൽ ഇപ്പോഴാണത് വ്യത്യസ്തമായൊരു ജോലിയായത്. പണ്ട് കാലത്ത് നമ്മുടെ ടൗണുകളിലൊക്കെ കുടിവെള്ളം എത്തിച്ചിരുന്നത് ഇത്തരത്തിൽ മുളവടിയുടെ അറ്റത്ത് 2 പാട്ടകളിൽ വെള്ളം നിറച്ച് അങ്ങനെയാണ് എത്തിച്ചിരുന്നത്. അതിന് ഈ മലബാർ ഭാഗത്തൊക്കെ കാവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ വടിയുടെ അറ്റത്ത് ഇങ്ങനെ പാട്ട കെട്ടി വെള്ളം കൊണ്ടുപോകുന്നത് കാവിൽ വെള്ളം കൊണ്ടുപോവുക എന്നാണ് പറഞ്ഞിരുന്നത് പണ്ടൊക്കെ. ഇപ്പോൾ അതൊരു അപൂർവ ജോലിയായി മാറി. പക്ഷേ ഹരിദാസേട്ടൻ ഇപ്പോഴും ആ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെ വെള്ളം എത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ 2 അറ്റത്തും ഇത്തരത്തിൽ വെള്ളം നിറച്ച പാട്ട തൂക്കി അതിങ്ങനെ കൊണ്ടുപോകുന്നതിന് വലിയ മെയ്വഴക്കം വേണം. അത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ആർക്കും ചെയ്യാവുന്ന ഒരു ജോലിയല്ല. അത് അദ്ദേഹം ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ വെള്ളം ശേഖരിക്കുന്ന കിണർ അത് വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതും അദ്ദേഹം ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിലെ വെള്ളത്തിൽ കൃത്യമായ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് അത് സംരക്ഷിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ആ വാർത്ത, നമ്മൾ നൽകിയ വാർത്ത മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടാണ് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ്, അത് GCC രാജ്യങ്ങളിലെ ഒരു ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ്, അതിൻ്റെ ചെയർമാനായിട്ടുള്ള റബിയുള്ള അദ്ദേഹം ഈ വാർത്ത കണ്ടിട്ടാണ് ഹരിദാസിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഈ സഹായം നൽകാൻ തീരുമാനിക്കുന്നത്. ഹരിദാസേട്ടനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സഹായമാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ പണ്ടത്തെ പോലെ ഈ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു കൊച്ചു വീട് മാത്രമേ ഉള്ളൂ. ആ വീട്ടിലേക്ക് വഴി പോലും ഇല്ലാത്തൊരു കൊച്ചു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നതൊക്കെ. ശരിയാണ്. അങ്ങനെ ഒരു ധനസഹായം കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് കുറച്ചുകൂടി ഒരു സുരക്ഷിതത്വം നൽകും, അല്ലെങ്കിൽ നിലവിൽ പ്രശ്നങ്ങളൊക്കെ മാറ്റാനൊക്കെ ഉപകരിക്കും. എന്തായാലും അദ്ദേഹത്തിനും റബിയുള്ളയ്ക്കും അദ്ദേഹത്തിനും നന്ദി. ഹരിദാസൻ ചേട്ടനും സന്തോഷമായിട്ടിരിക്കട്ടെ.